യജാതി ദുരന്തടോ, യജാതി ദുരന്തം. സീരിയസ്ലി ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് പറയുന്നത്. നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോകുന്നു. ജേർണിയില് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേടി. അങ്ങനെ ഗഗൻ ചാരി എന്ന് പറഞ്ഞ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. കോമഡി സൈഫൈ മൂവി. ഒരു രക്ഷയില്ല കേട്ടാ. ഇതിലെ CGI ഗ്രാഫിക്സും സാധനവും ഇതിന്റെ എന്തുവാണ്. ഇന്നലെ രാത്രി അത് മനഃപൂർവ്വം ചെയ്താണോ, അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്താണോ, അങ്ങനെ വേണേലും നമുക്ക് ചിന്തിച്ചൂടെ? കൈൻഡ് ഓഫ് ഗെയിം തന്നെയാണ്. നമ്മൾ പല സൈഫൈ മൂവീസും പല ലാംഗ്വേജിലായിട്ട് കണ്ടു കാണും. ഞാൻ ഭയങ്കര സൈഫൈ മൂവി കാണുന്ന ഒരാളാണ്. ഇതിനകത്ത് ഇപ്പോ ഈ ഒരു ഇത് സ്പോയിലർ ആവും ചിലപ്പോ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഗതികേട് പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയാ ഇന്റർസ്റ്റെല്ലാർ അല്ലെങ്കിൽ വേറെ പാസഞ്ചർ അങ്ങനെ 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 കണക്ട് ചെയ്ത് പോകരുത്. ജാസ്മിൻ, പുറത്ത് എന്താണ് നടന്നെന്നുള്ളത് അയാൾ പറഞ്ഞതല്ലേ അറിവുള്ളേ ഉള്ളൂ. സത്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സായി അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു എന്തുവാണ്. നമ്മളെ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ ജമ്മു ഒരു ആവറേജ്, അതായത് കുഴപ്പമില്ല. അങ്ങനെ പടം അങ്ങനെ അങ്ങനെ പോകുമ്പോ അതൊന്നും ആരും ശ്രദ്ധിക്കൂല. കൾട്ട് മൂവി ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നത്. കാരണം ഒരു 10 വർഷത്തിന് ശേഷം ഒരു മാസീവ് ഫാൻ ബേസ് ഉള്ള 5 ഡയലോഗ് പോയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു സാധനവും ഇല്ല. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ. ഒരു പടമായിരിക്കും ഈ ഒരു പടം. അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാനേ പാടില്ല. അതിലാ ഇന്നേഴ്സിന്റെ മാത്രം എടുത്തു പറഞ്ഞ ജിൻഡോ ഒരു മികച്ച തൈരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. ഓക്കെ, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. ഈ സാധനം നിങ്ങൾ OTT വന്ന് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് രസവും പോകും. കാരണം അമ്മാതിരി മേക്കിങ്ങും ഇത് ജിൻഡോക്കെതിരെ ആയതുകൊണ്ടും അത് പറഞ്ഞത് ജാസ്മിനും ഗബ്രി ആയതുകൊണ്ട് ഇതിൽ മേജർ ഒരു ഡിസഡ്വാൻറ്റേജ് പുറത്തെ ആളുകൾ കൊടുക്കാൻ പോകുന്നത് ഗബ്രിക്കും ജാസ്മിനാണ്. കാരണം ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഒരു രക്ഷയില്ലാത്ത വൈബാണ് എനിക്ക് പേഴ്സണലി ഈ പടം തന്നിട്ടുള്ളത്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.